അങ്ങനെ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നല്ല തണുപ്പും താഴെ നല്ല ചൂടും ആവിയും ഒക്കെയാണ്. മുകളിലോട്ട് കയറുന്നതനുസരിച്ച് നല്ല തണുപ്പും. ഒന്നും കാണുന്നില്ല, റോഡേ കാണുന്നില്ല. ഹായ്, അങ്ങനെ കൽപ്പറ്റയിൽ വന്ന് ഇപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. നാളെ നമ്മുടെ ക്ലിനിക്കിൽ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ലോങ് ജേർണി പാലായിൽ നിന്ന് തൃശ്ശൂർ വന്ന് പിന്നെ മഞ്ചേരി വഴി പിന്നെ എന്തുവാ സ്ഥലത്തിൻ്റെ പേര് തിരുവമ്പാടി വഴി അങ്ങനെയൊക്കെ വന്ന് ഇപ്പോൾ ഇവിടെ എത്തിയതാണ്. അങ്ങനെ ലോങ് ജേർണി കഴിഞ്ഞു. അപ്പം നാളെ ഇനിയും നമ്മുടെ പച്ചിലക്കാടാണ് ക്ലിനിക്ക് ഉള്ളത്. അപ്പം പച്ചിലക്കാടിലെ ക്ലിനിക്കിൽ നമുക്ക് കൺസൾട്ടേഷനും ക്ലാസ്സും പരിപാടികളൊക്കെ ഉണ്ട്. ഹായ്, അങ്ങനെ കൽപ്പറ്റ ടൗണിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ലൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വെറുതെ വൈകുന്നേരം ഫ്രീ ആയപ്പം ഈ ചൈത്ര തിയേറ്ററിലേക്ക് വന്നാണ് പോവുക. ഇനി വാഴ എന്ന് പറയുന്ന സിനിമ കാണാൻ. ഇതാണ് വാഴ സിനിമ. കൊള്ളാം, നല്ല രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാലോ. അങ്ങനെ വാഴ സിനിമ കണ്ടു. കൊള്ളാം, നല്ല രസമുണ്ട്, കണ്ടിരിക്കാം. അപ്പോൾ ഇനി നേരെ പോയിട്ട് ഉറക്കം. ബൈ ബൈ. അങ്ങനെ രാവിലത്തെ വ്യൂ ആണ്. ഇനിയിപ്പം മെല്ലെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. ഇവിടെ തന്നെ ഹോട്ടലിൽ തന്നെ ഫെസിലിറ്റി ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? നെല്ലറച്ചാൽ. നല്ല പ്ലേസാണ്, അടിപൊളി. ഹായ്, ഇത് നമ്മുടെ വയനാട് നെല്ലറച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നല്ല രസമാണ് ഇവിടെ. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. ഇത് ജസ്റ്റിൻ സാറ്, ഇത് ജിൻസ് മാഡം, ജെറോൻ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നല്ല സ്ഥലമാണ്. ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാം. കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്താൽ നല്ല ഒരു മനസ്സിന് നല്ല റിലാക്സേഷൻ കിട്ടും.